നമുക്ക് വീണ്ടും ദൈവവചനം ധ്യാനിക്കാനായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് ഇടയാക്കിയതായിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡിക്ക് ആൾക്കാർ വളരെ കുറവാണ് കടന്നു വരുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല. ശുശ്രൂഷയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുകയും ദൈവഹിത പ്രകാരം ഇത് നിവർത്തിക്കപ്പെടാനായിട്ട് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലുള്ള അവസാന ദിവസങ്ങളിൽ താൻ്റെ മരണത്തിന് മുമ്പ്, മരണത്തിനും പുനരുത്ഥാനത്തിനും മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ശിഷ്യന്മാരെല്ലാവരും നിങ്ങൾ ഒരു കാരണവശാലും നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗവും, എന്നാൽ പത്രോസ്ലീഹായും എൻ്റെ ജീവൻ വെക്കേണ്ടി വന്നാലും ഞാൻ ഇടറുകയില്ല എന്ന് പറയുന്ന ഭാഗം. എന്നാൽ കർത്താവ് അവരോട് പറയുന്ന ശിഷ്യന്മാരോടും പറയുന്നു, പത്രോസ്ലീഹായോടും പറയുന്നു, നിങ്ങളെല്ലാം ചിതറിപ്പോകും, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും എന്ന് കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയുകയും, എന്നാൽ അതിന് ശേഷമുള്ള ഈവൻസിനെ കുറിച്ചും കർത്താവ് പറയുകയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ച് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല, പേടിക്കണ്ട. ഇങ്ങനെയൊക്കെ നിങ്ങളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ചില അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഒന്നും ഇടറിപ്പോകണ്ട, എൻ്റെ കൃപയിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് കഴിയും. ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. നിങ്ങളെ ആദ്യം ഞാൻ കണ്ടിരുന്ന അതേ സ്ഥലത്ത് നിങ്ങളോട് പരിചയപ്പെട്ട്, നിങ്ങളോടുകൂടെ നടന്ന്, നിങ്ങളോടുകൂടെ ഭക്ഷിച്ച്, നിങ്ങളോടുകൂടെ പ്രാർത്ഥിച്ച് ഒക്കെ നമ്മൾ നടന്ന അതേ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോകും എന്ന്, അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കാണും എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭാഗമാണല്ലോ പറയുന്നത്. ഏതെങ്കിലും മരിച്ചുപോയ ഒരു വ്യക്തിക്ക്, മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ മുഖത്തോട്ട് നോക്കി 2-3 ദിവസം കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണുമെന്ന് ആർക്ക് പറയാനായിട്ട് കഴിയും? കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം നമുക്ക് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ കർത്താവ് ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ, ഈ പ്രതിബന്ധങ്ങളിലൂടെയൊക്കെ, ഈ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവൻ നമ്മുടെ പാപത്തിൻ്റെ ഭാരം വഹിച്ചു. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പരീക്ഷകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ അദ്ദേഹം കടന്നുപോയി എന്നുള്ളത് എപ്പോഴും നമ്മുടെ കണ്ണിനെ ഈറനണിയിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ മഥിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കർത്താവ് അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ ഓൾറെഡി കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്, അത് ഞാനാണോ എന്ന് ചോദിച്ചപ്പം അതെ നീ തന്നെ എന്ന് യൂദാസിനോട് പറയുകയും, നമ്മൾ മറ്റ് സുവിശേഷങ്ങളിൽ ഇതിനൊക്കെ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്നവനോട് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അങ്ങനെ വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവൻ കടന്നുപോയി. നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ വായിച്ചു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങളെനിക്ക് എന്തു തരും എന്ന് ചോദിക്കുകയും അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം അവൻ്റെ 26-ാം അധ്യായം 16-ാം വാക്യം, അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു, അന്നു മുതൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ അവൻ തക്കം അന്വേഷിച്ചു പോകുന്നു എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഡിഫിക്കൽറ്റി എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ജനത്തിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ യേശുവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അത് സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവഹിതമെന്ന് പറയുന്നത് ആ പെസഹയ്ക്ക് അന്നു മുതൽ അതിന് ശേഷമുള്ള പെസഹയ്ക്ക് ആ പെസഹ കുഞ്ഞാടായിട്ട് താൻ തന്നെയാണ് എന്ന് വരത്തക്കവണ്ണം കൃത്യമായ സമയത്ത് തന്നെ കർത്താവ് ക്രൂശിക്കപ്പെടുകയും കർത്താവിനെ ശിക്ഷ വിധിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ശബ്ബത്തിൻ്റെ തലേദിവസമാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടതെന്ന് ദൈവവചനത്തിൽ നിന്നും നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് പെസഹയുമായിരുന്നു എന്നുള്ളതും നമ്മളതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് എപ്പോഴും കടന്നു പോകുന്ന, പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് യെരുശലേമിലൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ കടന്നു പോകാറുള്ള ഒരു സ്ഥലമാണ് ഇന്ന് വായിക്കുന്ന ഗെത്സമന എന്ന് പറയുന്ന ഭാഗം. നമുക്കറിയാമല്ലോ, അത് ഒലിവ് തോട്ടമായിരുന്നെന്നും ആ ഒലിവ് തോട്ടത്തിൽ ഒലിവിൻ്റെ വിത്ത് അതിനെ അരച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് എണ്ണയെടുക്കുന്ന ഒലിവ് പ്രസ് എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത് എന്നുള്ളതും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം ഈ ഒലിവ് വിത്തുകളെ
അരച്ച് അല്ലെങ്കിൽ തിരികല്ല് പോലുള്ള ഒരു ഇതിൻ്റെ ഉള്ളിലിട്ട് ആ ഒലിവ് ഇതിനെ അരച്ച് നമ്മളൊക്കെ എണ്ണയാട്ടുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു സംഭവത്തിൽ ആ ഒലിവ് വിത്തുകൾ ഇട്ട് അതിൽ നിന്ന് എണ്ണ എടുക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒലിവ് പ്രസ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ ചെലവഴിച്ച ഒരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്. പല ആൾക്കാരും പറയുന്നത് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഈ ഗെത്സമന തോട്ടത്തിലെ ആ പ്രാർത്ഥനയും അദ്ദേഹം ആ ഗെത്സമന തോട്ടത്തിൽ ചെയ്തതായിട്ടുള്ള ചെലവഴിച്ചതായിട്ടുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം. അദ്ദേഹം ഈ ഭൂമിയിൽ കടന്നു വന്ന് ഇതിനോടുള്ള ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ സമയം. നമുക്കറിയാം, ഇതിനു മുമ്പും പല വട്ടം നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി, യേശു ഒലിവുമലയിലേക്ക് പോയി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പല സമയത്തും ഒലിവുമലയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അദ്ദേഹം രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആയിരുന്നിട്ടുണ്ട്, നമുക്കറിയാനായിട്ട് കഴിയും. എന്നാൽ ഇതാ ഇവിടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രാർത്ഥനയും ദൈവഹിതത്തിന് തന്നെ കീഴടക്കി കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ യൂദ ഒഴിച്ചു ബാക്കി എല്ലാവരും, നമുക്കറിയാം ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ കൂടുണ്ട്, 11 പേര് കൂടുണ്ട്. അപ്പം യൂദ ഒഴിച്ചുള്ള എല്ലാവരും, യൂദ നേരത്തെ പോയതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നേരത്തെ നമ്മൾ ചിന്തിച്ചു, അവൻ നേരത്തെ തന്നെ പോയി, അവന് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് അവനോട് പറഞ്ഞു, അവന് സാത്താൻ കടന്നു എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. അപ്പം ആ ഒരു ഓപ്പർച്യൂൺ ടൈമിന് വേണ്ടി, ഒരു കാണിച്ചു കൊടുക്കാനുള്ള കൃത്യ സമയത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. അവന് കൃത്യമായിട്ട് അറിയാം കർത്താവ് ഈ തോട്ടത്തിലാണ് പ്രാർത്ഥിക്കാൻ വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യൂദായ്ക്ക് അറിയുകയും ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നോക്കിയാട്ടെ, അങ്ങനെ ആ തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ തോട്ടത്തിൽ പ്രവേശിച്ച് തോട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കലായിരിക്കാം ഒരു പക്ഷേ കർത്താവ് അന്നേരം ആയിരിക്കുന്നത്. അവിടെ 11 ശിഷ്യന്മാർ കൂടുണ്ട്. ഇനി വേറെ വല്ലവരും ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല. എന്നാൽ അവിടെ 11 ശിഷ്യന്മാർ തന്നോട് കൂടെ ഉണ്ട്, ഒരുവനില്ല. അപ്പം 3 പേരെയും വിളിച്ചുകൊണ്ട്, പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്ന് നമ്മൾ വായിക്കുക. അപ്പം നമുക്കറിയാം പല നിലയിലുള്ള ആത്മീയ തലത്തിലുള്ള വ്യക്തികൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും, കർത്താവ് ഇതിനു മുന്നേ മർരൂവ മലയിൽ കടന്നുപോയ സമയത്തും ഈ 3 വ്യക്തികളെ, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചുകൊണ്ട് ആണ് ആ മർരൂവ മലയിലേക്ക് കടന്നുപോയി അവിടെ രൂപാന്തരപ്പെട്ടത് എന്നുള്ള സത്യവും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കടന്നു എന്ന് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന, അത് 3 പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിച്ചതായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥനയുടെ വിഷയവും അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്നത് രണ്ടാമതും കർത്താവ് പോയി, പിതാവെ, ഞാൻ കുടിക്കാതെ അത് കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മൂന്നാമതും ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുക. വളരെ ഒരു വ്യക്തി ഒരു ഹൃദയപരമായിട്ടുള്ള ഒരു യഗണിയിലായിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ യഗണിയിൽ വളരെ ഹൃദയത്തകർച്ചയോടുകൂടെ ആ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല മറ്റ് ഇതര സുവിശേഷങ്ങളിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുമ്പോഴും ഏകദേശം സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ നോട്ടബിളായിട്ടുള്ള ഒരു വിവരണമെന്ന് പറയുന്നത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിന് 39 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി,
പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരോട് അടുക്കൽ ചെന്ന് വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് അവരോട് പറഞ്ഞ നമുക്ക് വളരെ, കാരണം കർത്താവിന് ആ പ്രാർത്ഥന സമയത്ത് എന്തുണ്ടായി, ശാരീരികമായിട്ടുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. കർത്താവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചു എന്ന് നമ്മളവിടെ വായിക്കുക. അപ്പം ഇതാരാ ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ദൈവപുത്രൻ ആയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുന്നേ പല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് പരസ്യ പ്രാർത്ഥനകളെക്കാളും കൂടുതൽ കർത്താവിൻ്റെ രഹസ്യ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും വളരെ വിശദമായിട്ട് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല. നമുക്കറിയാം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ തനിയെ കയറിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ നേരത്തെ പറഞ്ഞ യേശു ഒരു മലയിലേക്ക് പോയി. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ഒരു രാത്രി മുഴുവൻ കർത്താവ് ആ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ അനുഗ്രഹീതമായിട്ടുള്ള പല പ്രാർത്ഥനാ സമയങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും ദൈവഹിതത്തെക്കുറിച്ചും ദൈവാലോചനയെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതുപോലുള്ള കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും പരസ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ വളരെ കുറവായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏലിയാവിനെ പറ്റി നമ്മൾ വായിക്കുന്ന പോലെ ഏലിയാവ് എന്തുമാത്രം വലിയൊരു പ്രാർത്ഥനാവീരൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും അധികം എഴുതിയിട്ടില്ല. എഴുതിയേക്കുന്ന നിർണായകമായ ചില പ്രാർത്ഥനകൾ വളരെ ചുരുക്കമായിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള പ്രാർത്ഥന വാചകങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ 3 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താ? ഇവിടെ ഇരിപ്പീൻ, ബാക്കിയുള്ളവരോട് ആ വാതിൽക്ക് നിൽക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ പ്രവേശന കവാടത്തെങ്കിലോ ആ ഭാഗത്ത് നിന്നിട്ട് കർത്താവ് കുറച്ചുകൂടെ അകത്തോട്ട് കയറിപ്പോയി ഈ 3 പേരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു എന്ന് നമുക്ക് വായിക്കാൻ തോന്നി. സബദിപുത്രന്മാർ 2 കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. അപ്പം ചില ആൾക്കാർ വിചാരിക്കുന്ന ഇതുണ്ട്, കർത്താവ് വളരെ വ്യക്തമായ തീരുമാനത്തോടുകൂടെ ജഡത്തിൽ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കടന്നു വന്ന വ്യക്തിയാണ്. നിത്യതയിൽ തന്നെ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയും. നിത്യതയിൽ തന്നെ, കഴിഞ്ഞകാല നിത്യതയിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാവികാല നിത്യതയിലല്ല. അപ്പം അവിടെ നമ്മൾ 45-ാം സങ്കീർത്തനത്തിലും അതുപോലുള്ള ദൈവവചന ഭാഗത്തിൽ വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. 40-ലാന്ന് തോന്നുന്നു, ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പം നിത്യതയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് പോലെ കർത്താവ് എന്തിന് അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ക്രിസ്തോസ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നുള്ളതാണ്, അനോയിൻറ്റഡ് വൺ. അപ്പോൾ എന്തിനു വേണ്ടി ആയിരുന്നു കർത്താവ് അനോയിൻറ്റഡായി ഇരുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പം പിതാവിനെ വെളിപ്പെടുത്തുവാനും അവൻ്റെ തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്നും ആ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതും നമുക്കറിയാം. കർത്താവ് നിയുക്തനായിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവനെ വീണ്ടെടുക്കുവാനും ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും എല്ലാ അർത്ഥത്തിലും ശാരീരിക
ഭൗതികമായിട്ടോ അല്ലെങ്കിൽ സൃഷ്ടിയിൽ മാത്രമല്ല ആത്മാവിലും ആ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തെ പ്രതിബിംബിക്കുന്നവരായിട്ട് അവരെ തീർക്കത്തക്കവണ്ണമുള്ള ഒരു 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 മിഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യമാണ് കർത്താവ് ചെയ്തത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിലയിൽ നിയോഗിക്കപ്പെട്ടവനായിട്ടുള്ള കർത്താവ് അദ്ദേഹം ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ പല ആൾക്കാരുടെയും വിചാരമെന്ന് പറയുന്നത്, ഒരു സൂപ്പർമാൻ പോലെ ഇങ്ങോട്ട് കടന്നു വന്നു, ഈസിയായിട്ട് ക്രൂശിലോട്ടങ്ങ് കയറി, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള പോലെ പൊടിയും തട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങ് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളൊരു നിലയിലാണ് പലരും അതിനെ കാണുന്നത്. എന്നാൽ നമുക്ക് സത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ, അങ്ങനെ ഒരു പിക്ചർ അല്ല നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഉള്ള വ്യക്തിയായിരുന്നു കർത്താവെന്നും അദ്ദേഹത്തിൻ്റെ ദൈവത്വത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് തോന്നാൻ സാധ്യതയുള്ള, മനുഷ്യൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ വികാരങ്ങളും ഓരോ സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ലാസറിൻ്റെ കല്ലറയ്ക്കൽ കരയുന്ന യേശു, വേറൊരു സമയത്ത് സന്തോഷിക്കുന്ന യേശു, ഇതുപോലെ ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്ന യേശു, അല്ലെങ്കിൽ കരയുന്ന യേശുവിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. അത് അദ്ദേഹം തൻ്റെ ദൈവത്വത്തിൽ ഇതൊന്നും അറിയാതിരുന്നത് കൊണ്ടാണോ ഈ കരഞ്ഞത്? അല്ല, നിശ്ചയമായിട്ട് ലാസറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ മുൻകൂട്ടി തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ എന്താണ്, കാര്യങ്ങളുടെ കിടപ്പ് എന്താണ്, അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ പോലും മനുഷ്യത്വത്തിൽ ഈ കാര്യത്തെ വേണ്ടുവണ്ണം ഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ അത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു മനുഷ്യനിൽ വൈകാരികമായിട്ടും ഒക്കെ എന്ത് പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമോ അതൊക്കെ കർത്താവിനും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, ഇതൊക്കെ ഒന്നും സാരമില്ലല്ലോ, എനിക്ക് അങ്ങനല്ല. നിശ്ചയമായിട്ടും ഒരു മരിക്കാൻ പോകുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ മരണമാണ് താൻ നേരിടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ വിചാരങ്ങളുടെ വേലിയേറ്റമൊക്കെ ഉണ്ടാവുക പാപിക്കുണ്ടാകുന്നത് പോലെ അല്ല എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ പാപം വസിക്കുന്നു, കർത്താവിൻ്റെ ഉള്ളിൽ പാപം വസിക്കുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. പാപം ഒഴികെ, പാപത്തിന് മാത്രം കർത്താവിനെ ടെംപ്റ്റ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ പാപത്താൽ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ളൊരു മാനുഷിക അവസ്ഥയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അവൻ പരീക്ഷയിൽ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 10:13 നമ്മൾ വായിക്കുന്ന പോലെ, കർത്താവ് ഈ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കർത്താവിന് വിശന്നു, കർത്താവിന് ദാഹിച്ചു, കർത്താവിന് വിഷമമുണ്ടായി, ഈ നിലയിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു, അദ്ദേഹത്തിന് മാനസിക സ്ഥിരത ഇല്ല എന്ന് അവർ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയ കർത്താവാണ് നമ്മളെ ആശ്വസിപ്പിക്കാനുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കർത്താവ് ഇതൊന്നും അനുഭവിച്ചില്ല, അറിഞ്ഞില്ല, കർത്താവിനെ അത് ലെവലേശം പോലും ഏറ്റില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കർത്താവ് നിശ്ചയമായിട്ടും ഈ മരണവേദന എന്താണെന്നുള്ളത് ഇവിടെ കടന്നുപോയി. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതൊരു സാധാരണ മരണമല്ല. എനിക്ക് നമ്മുടെ ഈ ടോമിൻ തച്ചങ്കരി സാർ എഴുതിയ പാട്ടുണ്ടല്ലോ, അവൻ്റെ അത് അദ്ദേഹം എഴുതിയതാണോ എന്നറിയില്ല. അദ്ദേഹം ആ ഭാര്യ മരിക്കുന്ന സമയത്ത് അങ്ങോട്ട് എഴുതി എന്ന് പറയുന്ന ഒരു പാട്ട് വളരെ എനിക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലെ ആശയങ്ങൾ എന്താണെന്നുള്ളത് അത്ര ആഴത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല, എന്നാൽ തന്നെ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന വേദന. ഞാൻ ഇന്നലെ രാവിലെ നമ്മുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടുന്ന ഒരു ഫോണ്, എൻ്റെ പെങ്ങളുടെ അവൾ വഴുതി വീണ് അവളുടെ കാലൊടിഞ്ഞതായിട്ട് ഉള്ള ഒരു ഇതും അതിൻ്റെ എക്സ്റേ ഒക്കെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് എന്തുമാത്രം ഇളയ പെങ്ങൾ. അപ്പോൾ സംഗതി അവൾക്ക് പ്രായമായി, എന്നെക്കാൾ കുറച്ച് വയസ്സുകൾ താഴെയുള്ള വ്യക്തി. എന്നാൽ തന്നെ എന്നെ അത് മാനസികമായിട്ട് എന്തുമാത്രം ബാധിച്ചു, എന്നെ ഒരു വിഷമ അനുഭവത്തിലൂടെ എന്നെ കൊണ്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പ്രശ്നത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായി തീരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ആയി തീരുമ്പോൾ, നമ്മൾ ഏറ്റവും അധികം അവരോട് കൂടെ ഇരിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളാണ് അത് എന്നുള്ളത് നമുക്കറിയാം. കർത്താവിന് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? നിന്റെ അപ്പനും അല്ല നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? അത് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരത്രേ എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിന് എല്ലാ നിലയിൽ ചിന്തിച്ചാലും ലോകപ്രകാരം നമ്മൾ പറയാറില്ല, വലിയ മീച്ചമില്ലെന്ന് പറയുന്ന പോലെ, ലോകപ്രകാരം വലിയ വ്യക്തികളൊന്നും അല്ലെങ്കിലും ഈ പറയപ്പെടുന്ന പത്രോസും ഈ പറയപ്പെടുന്ന യോഹന്നാനും ഈ പറയപ്പെടുന്ന ജെയിംസും ഒക്കെ കർത്താവിന് വളരെ പ്രിയപ്പെട്ടവരും കർത്താവിനോട് ചേർന്ന് നടന്നവരും, നിങ്ങളാകുന്ന എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ എന്ന് അവരെപ്പറ്റി തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് കർത്താവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഈ നിർണായകമായ ഈ അവസ്ഥയിൽ കർത്താവ് അവരെയും വിളിച്ചുകൊണ്ട് പോകുകയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊരു സാധാരണ മരണമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ മരണമായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ കഴിയത്തില്ല. എന്തുമാത്രം ഭാരമാണ് കർത്താവിന് ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് ഉണ്ടായത്. കർത്താവ് പറയുന്ന ഈ കപ്പെന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പാനപാത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് നമ്മളൊന്ന് ആഴമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാലോ, ഈസ്റ്ററോ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അടുക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണഗതി ചിന്തിക്കാറുള്ളത്. കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിലും നമ്മളത് ചിന്തിക്കും. എന്നാൽ ഇതൊക്കെ ഒരു ചടങ്ങ് പോലെ സാധാരണ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും. എന്നാൽ എന്തായിരുന്നു കർത്താവെ ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നോ? അല്ലെങ്കിൽ കർത്താവെ അതെ, ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം വായകലപ്പെട്ട് തുടങ്ങി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീങ്ങിപ്പോകണമേ. നമ്മൾ നേരത്തെ ലൂക്കോസി വായിച്ചു. അത് വളരെ ശ്രദ്ധയോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികളെ പോലെ ആയിത്തീർന്നു എന്നുള്ളത് നമ്മൾ വായിക്കും. അപ്പം ഏത് നിലയിലുള്ളൊരു എഗണിയിലൂടെയാണ്, ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഈ പ്രസവ വേദന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രോസസ്സ് എത്രമാത്രം ഡീപ്പായിരുന്നു. നമുക്കത് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഓരോ സ്ത്രീയും പ്രസവവേദന അടുക്കുമ്പോൾ അവൾ അത് വേദന കൊണ്ട് വിഷമിക്കുമെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ അവൾ അതൊക്കെ മറന്ന് അതിനുശേഷം സന്തോഷിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അവറിലൂടെ, ആ ഒരു മണിക്കൂറിലൂടെ, ആ ഒരു അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പം അദ്ദേഹം ഈ പറയുന്ന കപ്പിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അതാണ് ഈ കപ്പിനെ ഭയങ്കര ഭീകരമാക്കി, അല്ലെങ്കിൽ ഈ കപ്പിനെ ദുസ്സഹനീയമാക്കി, സഹിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു മനുഷ്യന് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു അനുഭവമാക്കി മാറ്റിയത് നിശ്ചയമായിട്ടും ആ കപ്പിലെ കണ്ടന്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അദ്ദേഹം പാനപാത്രം എടുത്ത് ഉയർത്തി അവർക്ക് അനുഗ്രഹിച്ച് അവർക്ക് നൽകി, ഇത് പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. നോക്കിയാട്ടെ, നമ്മളത് വായിച്ചതാണ്. യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത്, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തം എന്ന് അരുളി ചെയ്തു. അപ്പം ഈ കപ്പെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ലിറ്ററലായിട്ടൊരു കപ്പ് അവിടെ ഇല്ല. ആ ഗെത്സമനായി കപ്പും ഒന്നും ഇല്ല, അപ്പവും ഇല്ല, അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ കർത്താവ് പറയുന്ന ആ പ്രത്യേക അനുഭവം, കർത്താവ് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ആ പ്രത്യേക അനുഭവം, ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി ദൈവത്തോട് ശത്രുത്വത്തിൽ കഴിയുന്ന സകല മനുഷ്യരാശിക്കും വേണ്ടി തൻ്റെ ജീവൻ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട്, മോചനത്തിനായിട്ട് ചൊരിയുന്ന എൻ്റെ രക്തം എന്നുള്ളത് കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. കർത്താവിനെ ജനനം മുതൽ മരണം വരെ നമുക്ക് കാണുമ്പോൾ കാണാം, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇതാ സകല ലോകത്തിന് വേണ്ടി ചൊരിയുന്നതിൻ്റെ രക്തം, പാപത്തിന് വേണ്ടി ചൊരിയുന്നതിൻ്റെ രക്തം.
പല ആൾക്കാരും പറയുന്നത് പോലെ ചില ഒരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള മരണമല്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന് നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം തൻ്റെ പുത്രൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ സകല ലോകത്തിൻ്റെയും പാപത്തിനും, ആദാം മുതൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യനും വരെ അവൻ എപ്രകാരം ദൈവത്തിൽ നിന്ന് പാപം മുഖാന്തരം അന്യപ്പെട്ട് നിൽക്കുന്നോ, ആ മൊത്തം പാപം, അവൻ്റെ പാപ സ്വഭാവവും പാപപ്രവർത്തികൾക്കുള്ള ശിക്ഷയും, പാപം വഹിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ പാപത്തിനുള്ള ജഡ്ജിമെന്റ്, ആ പാപത്തിനുള്ള ശിക്ഷ കർത്താവ് വഹിച്ചു എന്ന് പറയുന്നതാ കൂടുതൽ ആപ്റ്റായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ പാടുന്നത് പോലെ നിൻമരണം കൊണ്ടെൻ്റെ വൻനരകം നീ അകറ്റി, നിൻമഹത്വം തേടി ഇനി എൻകാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, യെശയ്യാവ് പ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എത്ര ഹൃദ്യമായ ചില വാക്കുകളാണ് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. നാം ഒക്കെ വിചാരിച്ചത് ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അങ്ങനെയല്ല. സാക്ഷാൽ അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവനെ തകർത്തുകളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകര പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ എന്ന് നമ്മൾ വായിക്കുക. എത്ര ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ അത് കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ മൊഴികളും ഒക്കെ നമുക്കറിയാം. 22-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞോണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉള്ളൊരു നിലവിളിയോടുകൂടെയാണ് അത് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇതൊക്കെ ദൈവവചനത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മാത്രമല്ല, തൻ്റെ മരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച കാര്യമാണല്ലോ. അപ്പോൾ ഈ കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കപ്പ് എന്തായിരുന്നു? ഈ കപ്പെന്ന് പറയുന്നത് സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ജഡ്ജിമെന്റ്, അതിൻ്റെ മേലുള്ള ദൈവക്രോധം നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അത് സ്വീകരിക്കാതിരുന്ന മനുഷ്യൻ്റെ ദുഷ്പ്രവർത്തിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയം നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. തൽക്കാലത്തേക്ക് അവരുടെ വിഭ്രമത്തിന് തക്കവണ്ണമുള്ള ചില പ്രതിഫലനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും തുടർന്നുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസത്തേക്ക് അവർ കോപം ചരതിച്ചു വെക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കോപം ചരതിച്ചു വെക്കുക, ഹീപ്പിംഗ് അപ്പ് ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കോപം ചരതിച്ചു വെക്കുക. തലമുറകളായിട്ട് പാപ സ്വഭാവത്തിൽ ജനിക്കുകയും പാപ സ്വഭാവത്തോടുകൂടെ ജനിക്കുകയും പാപത്തിൽ തുടരുകയും ചെയ്തതിൻ്റെ എല്ലാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ വായിക്കുന്നത്, അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആ ശിക്ഷയുടേതായിട്ടുള്ള പാനപാത്രം കർത്താവിന് മുമ്പ് ജീവിച്ചിരുന്നവരാകട്ടെ, കർത്താവിന് ശേഷം ജീവിച്ചിരിക്കുന്നവരാകട്ടെ, സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം എന്ന് പറയുന്ന ആ അനുഭവത്തിൽ ആ സകല ലോകത്തിനും സകല മനുഷ്യരാശിക്കും, നമുക്കറിയാം മനുഷ്യരാശിയോട് കൂടെ തന്നെ മനുഷ്യരാശിയെ ദൈവം എന്തിനെല്ലാം അധിപതിയാക്കി വെച്ചോ അതൊക്കെ ശപിക്കപ്പെട്ടു എന്നുള്ളൊരു നിലയിൽ, അല്ലെങ്കിൽ അതൊക്കെ ശാപത്തിൻ കീഴായി തീർന്നു. എന്നാൽ ദൈവപുത്രന്മാരുടെ തേജസ്സിൻ്റെ വെളിപ്പാടുണ്ടാകുമ്പോൾ ഈ സകല സൃഷ്ടിയും അത് കാത്ത് ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. സകലത്തെയും
എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ എല്ലാം തന്നോട് നിരപ്പിപ്പാനും ദൈവത്തിന് പ്രസാദമായി. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായത്തിലും അതുപോലെ നമ്മളൊരു വാക്യം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പൗലോസ്ലീഹ അത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നും. അവൻ ക്രൂശിൽ അവൻ സകലത്തിന് മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യജനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണ്ണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ എത്രയെത്ര ദൈവവചന ഭാഗങ്ങളാണ് ഈ ക്രൂശിൽ മരിക്കുന്ന കർത്താവ് അനുഭവിച്ചത്. ഈ സകല ലോകവും ദൈവമന്നിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്ര. എത്ര കൃത്യമായിട്ടാണ് റോമാലേഖനക്കാരൻ അത് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സകല വായുമടഞ്ഞ് എല്ലാ വാക്യം എടുത്ത് വായിക്കാം. 3-ാം അധ്യായം റോമർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. എടുത്ത് വായിക്കാം. 3-ാം അധ്യായം 20-ാം വാക്യം. അതെ, 19-ാം വാക്യം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പോൾ ഈ ശിക്ഷ, പാപത്തിന് ശിക്ഷയുണ്ട്. നീതിമാനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതെ വിടാനായിട്ട് കഴിയത്തില്ല. എന്നാൽ തൻ്റെ സ്നേഹനിമിത്തം ഈ തൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിച്ച തൻ്റെ മക്കളെ നിത്യമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനും കഴിയാത്ത ഒരു അനുഭവത്തിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും നിറവേറത്തക്കവണ്ണം ആ ക്രൂശിലാണ് അത് സംഭവിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിലാണ് അത് നിറവേറിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ നീതിയും തമ്മിൽ ചുംബിച്ചു എന്നൊരു സങ്കീർത്തനത്തിലെങ്ങാണ്ട് വായിക്കുന്നത് പോലെ ക്രൂശിൽ ഇതൊക്കെ എല്ലാം നിറവേറപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ പാപഭാരം, ഈ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നിസ്തർക്കമായിട്ട് പറയുന്നത്. അങ്ങനെ ഏത് വായും അടഞ്ഞ് സകല വ്യക്തികളും, അങ്ങനെ ഏത് വായും അടഞ്ഞ് ദൈവസന്നിധിയിൽ ഏത് വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. പ്രിയപ്പെട്ടവരെ, എല്ലാ നിലയിലും ഒരു പാപി എന്തൊക്കെയാണോ, ആ പാപി അവസ്ഥ എന്താണോ, ആ എല്ലാ അവസ്ഥയോടും താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ പാപഭാരത്തെ കർത്താവ് എടുക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് തൻ്റെ മേൽ തന്നെ ചുമത്തുന്നതായിട്ട്, അല്ലെങ്കിൽ താനത് ഏറ്റെടുത്ത് തൻ്റെ പ്രാണൻ അതിന് പകരമായിട്ട് വെച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ ഗത്സമനായാലും ക്രൂശിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ സകല ലോകത്തെയും ചുമന്നുകൊണ്ട് അതിൻ്റെ പാപഭാരത്തെ, ആ പാപത്തിന് ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് താൻ മരിക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു മഹാപുരോഹിതൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ, സകല ലോകത്തിനു വേണ്ടി ആ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. എത്ര മാത്രം വിവരിച്ചാലും ഇത് തീരത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അബ്രഹാം പാസ്റ്റർ ഒന്ന് ഫ്രീ ആയോ? പാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ സംസാരിക്കും. ശരി, താങ്ക് യു. നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം നോക്കിയാട്ടെ. അടുത്തത് നമ്മൾ കാണുന്നത് പേജ് മറിഞ്ഞു പോയത് കണ്ടില്ല. നോക്കിയാട്ടെ. അവൻ പ്രാണവേദനയോടെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. നമുക്കറിയാം, അവർക്ക് ആ ഒരു പ്രത്യേക സമയത്താണ് ഉറക്കം കയറുന്നത്. ഈ ഉറക്കം എന്ന് പറയുന്നത് എപ്പോഴും തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഒരുപക്ഷെ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു, അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമുക്കറിയാം, ഇവിടെ മാത്രമല്ല അവർ ഉറങ്ങിയത്. മറുമലയിൽ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവിടെയും മോശയും ഏലിയാവും ഒക്കെ കർത്താവിനോട് വന്ന് സംഭാഷിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് വായിക്കുന്നത്. ലൂക്കോസിൽ നമ്മൾ അതുപോലൊരു ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 32-ാം വാക്യം അവിടെ വായിക്കുന്നത് അവർ നിദ്ര പിടിച്ചു, ഈ മലയുടെ മുകളിൽ കയറി അവിടെ കയറി അപ്പം നമുക്കറിയാം, നമ്മുടെ സഭകളിലും ഇന്നിരുന്ന് വലിയ കാര്യപ്പെട്ട ദൈവവചനം പറയുമ്പം ഓട്ടോ വിടുകയും ഉറങ്ങുകയും ചെയ്യുന്നവരെ എനിക്ക്
എപ്പോഴും ഓർമ്മ വരും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആത്മീയമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും മനസ്സിലാകാതെ വരുമ്പം നമ്മൾക്കുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ഒരു അടവാണ് ഉറങ്ങിയേക്കുക. കാരണം ആത്മീയമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയില്ലായ്മ ചില സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഈ ഉറക്കം കാണിക്കുന്നത്. നമുക്ക് കാണാം, അവരോട് കർത്താവ് ഏറ്റവും അധികം തൻ്റെ ശിഷ്യന്മാർ തന്നോടുകൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ചില സമയങ്ങളാണ്. നമുക്കറിയാമല്ലോ, എന്നോടുകൂടെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, ഇത്തിരി നേരം നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ ഇച്ചിരി ഒന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. നമുക്കറിയാമല്ലോ, ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പം ഒരു പ്രാർത്ഥനയും ഒരു കൂട്ടായ്മയ്ക്കും ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കേൾപ്പിക്കേണ്ട, ആരും കാശോ ഇതോ ഒന്നും കൊണ്ട് തരണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു സഹോദരൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അന്നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഡീപ്പായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാനൊരു പനി പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുക, ഞാൻ വിവാഹത്തിനൊക്കെ മുമ്പാണ്. അപ്പം അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എനിക്കൊരു മലേറിയ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പം നല്ല പനി പിടിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഉണരുമ്പം എൻ്റെ ഒരു പ്രിയ സഹോദരൻ, റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ വന്ന് എൻ്റെ മേല് മുഴുവൻ ഇങ്ങനെ കൈ കൊണ്ടുവന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഡീപ്പായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്തുമാത്രം എന്നെ അത് ആശ്വസിപ്പിച്ചു എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. കാരണം ഈ 35 വർഷത്തിന് ശേഷം, ഏകദേശം 35 വർഷത്തിന് ശേഷം ആ പ്രാർത്ഥന ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ. അപ്പം തൻ്റെ ഈ ഓമന ശിഷ്യന്മാർ, പ്രത്യേകിച്ച് നമുക്കറിയാം ജെയിംസും ജോണും എന്നൊക്കെ പറയുന്നവർ ഒരു തരത്തിൽ ബന്ധുക്കളുമാണ് എന്ന് നമുക്ക് ചിന്തിക്കുക. അതിനേക്കാൾ കൂടുതൽ ഒരു ആത്മീയ ബന്ധം അവരോടുണ്ട്. പത്രോസ്ലീഹ ആണെങ്കിൽ ഒന്നിനും പുറകെ നിൽക്കാത്ത ആള്. ഇവരെയൊക്കെ വന്ന് അവരെ ആ കൂട്ടായിട്ട് കൊണ്ടുപോയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പം അവരും ഈ പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം അവർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാരണം നമുക്കറിയാമല്ലോ, അവരുടെ എല്ലാ പ്രത്യാശയുടെയും കേന്ദ്രമായിരിക്കുന്ന കർത്താവ് ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം, ഞാൻ ഇടയനെ വിട്ട് ആടുകൾ ചിതറിപ്പോകുമെന്ന് നമ്മൾ വചനത്തിൽ കണ്ടതുപോലെ, അത്തരം ഒരു സാഹചര്യം സംജാതമാകുകയും ഒരുപക്ഷെ എന്നേക്കുമായിട്ട് പിശാച് അവരെ ഭയത്തിന് അടിമകളാക്കി തീർത്ത് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കളയാൻ, വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവരെ ഇല്ലാതാക്കി കളയാനുള്ളൊരു സാഹചര്യമാണ് അവിടെ സംജാതമായിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ പാടുന്നത് പോലെ വിൺശക്തി കാഴ്ച ശബ്ദങ്ങൾ ഇല്ലാതെ ഈ പരീക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ദൈവികമായിട്ടുള്ളൊരു വെളിപ്പാടിലും ദൈവികമായിട്ടുള്ള കരത്താൻ്റെ സഹായത്താലും അല്ലാതെ ഈ കർത്താവ് പറഞ്ഞ കാര്യം അതുപോലെ നടക്കും. അവൻ മരിക്കും, കഷ്ടപ്പെടും, മരിക്കും, ക്രൂശിക്കപ്പെടും, മരിക്കും, അടക്കപ്പെടും, എന്നാൽ അവ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല. ഏകദേശം അവർ വരമ്പത്തെത്തി, കർത്താവ് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു, ഇനിയത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പോയ സാഹചര്യങ്ങളും ഈ ചില ദിവസങ്ങളിലൂടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ കർത്താവിനോട് പറയുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വളരെ എഗണിയുടെ ഒരു അനുഭവത്തിലൂടെ കർത്താവും ശിഷ്യന്മാരും, കർത്താവ് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളാണ്. സാത്താൻ അവരെ ഭയപ്പെടുത്തി അവരെ പിൻവാങ്ങത്തക്കവണ്ണം ഉള്ള എല്ലാ സമ്മർദ്ദങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസരമാണ് അത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അവിടെ പറയുക, എന്നോട് കൂടെ നിങ്ങളൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയുടെയും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് കൂട്ടായ്മയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഭിക്കുന്ന കംഫർട്ട് എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ആ ഒരു ജീവനുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവരൊക്കെ നോക്കും, പോക്കറ്റിലെന്നുണ്ട്, കയ്യിലെന്നുണ്ട്. പോക്കറ്റിലും കയ്യിലുമുള്ള കാര്യത്തിലൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. അവർക്കൊരു പ്രാർത്ഥനാ സപ്പോർട്ട്, അവർക്ക് പ്രാർത്ഥനയിൽ അവരോടുകൂടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതായിട്ടുള്ളൊരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് അത് അഭിലഷിച്ചു എങ്കിലും അവർക്കത് നൽകാൻ കഴിഞ്ഞില്ല. അവരവിടെ പോയി ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് കാണാമല്ലോ, അവസാനം കർത്താവ് പറയുക, മതി, ഇനിയും ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ.
അപ്പൊ ഇനിയും നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇനിയും ക്രൂശിലെ മരണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതല്ലേ ഇമ്പോർട്ടൻ്റ് ഇൻസിഡന്റ്. കർത്താവ് ഇവിടെ പറയും, ഇനിയും ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അല്ലെങ്കിൽ എന്നെ പിടിക്കാനുള്ള ആൾക്കാർ വന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ഇതാ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. അന്ധകാരത്തിന്റെ ഒരു ഒരു അവറാണ് ഈ ലോകത്തിന്റെ പ്രഭു. അവന്റെ പരമാവധി ശക്തിയെടുത്ത് ദൈവികമായ പദ്ധതിക്കും പ്ലാനുകൾക്കും എതിരെ പോരാടുകയും അവൻ ജയിച്ചു എന്ന് അവൻ വിചാരിക്കത്തക്കവണ്ണം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെ, ഇരുട്ടിന്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ പ്രാർത്ഥിച്ച കർത്താവ് പറഞ്ഞു, ഇനിയും മതി, ഇത് വിജയിച്ചിരിക്കുന്നു, ജയം നേടിയിരിക്കുന്നു, ദൈവഹിതപ്രകാരമൊക്കെ കാര്യങ്ങൾ നടക്കാൻ തന്നെ പോകുന്നു, അതുകൊണ്ട് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. സകലവും അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ നടക്കണമോ അതൊക്കെ നടന്നിരിക്കുന്നു. ദൈവഹിതപ്രകാരം കാര്യങ്ങൾ നിറവേറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് അവരോട്. മതി ഈ അവസ്ഥയിൽ നിൽക്കാനായിട്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങളത് നിന്നില്ലെങ്കിൽ തന്നെ ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി സകല ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം വഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ മശിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നുവോ അതൊക്കെ നിവൃത്തിയാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഈ ദൈവവചന ഭാഗം നമുക്ക് ഈ നൽകപ്പെട്ടതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.